അടുത്ത പാരാമീറ്ററാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡ്, ഈ റെക്ടിഫയറിലെ ഡയോഡ് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ എക്രോസ് ഉണ്ടാകുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? അത് നമ്മളിപ്പോൾ പറഞ്ഞു. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റെക്ടിഫയറിലെ ഡയോഡിൻ്റെ എക്രോസ് ഉണ്ടാകുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്രയാണ്? ആ വോൾട്ടേജ് VM ആണ്, അതായത് മാക്സിമം വോൾട്ടേജ്. ഇൻപുട്ട് സിഗ്നലിൻ്റെ മാക്സിമം വോൾട്ടേജ് എത്രയാണോ അത്രയും തന്നെയാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അടുത്ത പാരാമീറ്ററാണ് റിപ്പിൾ ഫാക്ടർ. നമുക്കറിയാം, ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സിഗ്നൽ അത് ശരിക്കും ഒരു DC സിഗ്നൽ അല്ല, അത് പൾസേറ്റിംഗ് DC ആണ്. അത് കൃത്യമായ ഒരു DC അല്ല, അതിൽ കുറച്ച് AC ഉണ്ട്. അതിൽ അവശേഷിക്കുന്ന AC ആണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുന്നത്. അതിൽ എത്രമാത്രം റിപ്പിൾ ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം AC ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് റിപ്പിൾ ഫാക്ടർ. ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതൊരു ഫാക്ടറാണ്, അതായത് ഒരു ഫ്രാക്ഷനാണത്. അതിൻ്റെ വാല്യൂ IRMS/IDC എന്നാണ്, അതായത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. കറണ്ടിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂവിനെ അതിൻ്റെ DC കറണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. DC കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് കറണ്ടാണ്. സോ IRMS/IDC എന്ന് പറയുന്നത് 1.21 ആണ്. എല്ലായ്പ്പോഴും അതങ്ങനെയല്ല. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ 1.21 ആണ് അതിൻ്റെ റിപ്പിൾ ഫാക്ടർ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് രണ്ട് പോയിന്റുകളാണ്. ആദ്യത്തെ പോയിന്റ്, എന്താണ് റിപ്പിൾ ഫാക്ടർ? റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടിയ സിഗ്നൽ, ആ സിഗ്നൽ എത്രമാത്രം റിപ്പിൾ അല്ലെങ്കിൽ AC അവശേഷിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് റിപ്പിൾ ഫാക്ടർ. വേറൊരു സിമ്പിളായിട്ടുള്ള വേറൊരു ഡെഫിനിഷനും കൂടിയുണ്ട്. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യോയാണ്. IRMSഉം IDCയും തമ്മിലുള്ള, അല്ലെങ്കിൽ കറണ്ടിൻ്റെ RMS വാല്യൂവും ആവറേജ് വാല്യൂവും തമ്മിലുള്ള റേഷ്യോയാണ്, അല്ലെങ്കിൽ ആ ഫാക്ടറിനെയാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തത് അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണ്? അത് 1.21 ആണ്. ഈ വാല്യൂ കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കാം. നമ്മൾ പറഞ്ഞു, ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് കൃത്യമായ ഒരു DC സിഗ്നൽ തന്നെയല്ല, പക്ഷെ നമുക്ക് ശരിക്കും വേണ്ടത് കൃത്യമായ DC സിഗ്നൽ തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് AC സിഗ്നലിനെ DC സിഗ്നൽ ആക്കുക എന്നാണ്. അല്ലാതെ AC സിഗ്നലിനെ കൃത്യമല്ലാത്ത അല്പം AC ഉള്ള ഒരു DC ആക്കുക എന്നല്ല. ACയെ കൃത്യമായി തന്നെ DC ആക്കണം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കൃത്യമായ DC അല്ലാത്ത, പ്യുവർ DC അല്ലാത്ത സിഗ്നലിനെ, പൾസേറ്റിംഗ് DCയെ നമുക്ക് കൃത്യമായി പ്യുവർ DC ആക്കി മാറ്റണം. അതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതിന് ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് ഫിൽട്ടർ. ഒരു കപ്പാസിറ്റർ ഫിൽട്ടറിനെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ പൾസേറ്റിംഗ് DCയിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റമുള്ള ഒരു DC ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇൻപുട്ടിൽ നമ്മൾ താഴെ ഇടതുവശത്ത് കാണുന്ന ആ ഒരു സിഗ്നലിനെ കൊടുക്കുകയാണ്. ആ സിഗ്നലിനെ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹാഫ് വേവ് എല്ലാം റെക്ടിഫൈ ആകുകയാണ്. കാരണം ഡയോഡിൻ്റെ പൊസിഷൻ നോക്കുക, അതിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ് ആദ്യം വരുന്നത്. ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആദ്യം വന്നാൽ ഇൻപുട്ടിൽ പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ മാത്രമാണ് അത് ഫോർവേഡ് ബയാസ്ഡ് ആകുക, അപ്പോൾ മാത്രമാണ് അത് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ, ആ സിഗ്നൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ടിലെ സിഗ്നലും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഐഡിയൽ കേസാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ 0 ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ടിൽ എന്താണോ വാല്യൂ അതേ വാല്യൂ തന്നെ റെസിസ്റ്റർ, ഔട്ട്പുട്ടിലുള്ള ലോഡ് റെസിസ്റ്ററിലും അതിന് പാരലായി കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിലും എത്തിച്ചേരുന്നു. ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത, ആ കപ്പാസിറ്റർ അതിൻ്റെ വാല്യൂ VM ആകുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യും. പിന്നീട് അത് കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ആ ഡിസ്ചാർജിങ് കഴിഞ്ഞ് അത് വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇൻപുട്ടിലുള്ള സിഗ്നൽ VM ആകുമ്പോൾ ഔട്ട്പുട്ടിലുള്ള ലോഡ് റെസിസ്റ്റൻസിലും VM ആകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന് പാരലായി കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററും VM ആകുന്നു. ആ സിറ്റുവേഷനിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകുന്നു. VM ആകുന്നിടം വരെ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. VM ആയി കഴിഞ്ഞപ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു.
ഡിസ്ചാർജ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഈ ഒരു ആരോയിലൂടെ കാണിച്ചിരിക്കുന്നത്. അതായത് ലോഡ് റെസിസ്റ്റൻറ്റിലൂടെ തന്നെ അത് ഡിസ്ചാർജ് ആകുന്നു. അപ്പോൾ ഔട്ട്പുട്ടിലുണ്ടാകുന്ന ആ ഡയഗ്രത്തിൽ വ്യത്യാസം ഉണ്ടാവുകയാണ്. ഔട്ട്പുട്ടിൽ ആ റൈറ്റ് സൈഡിൽ താഴെ കാണിച്ചിരിക്കുന്നതാണ് ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ടിൽ മഞ്ഞ ലൈൻ വരച്ചിരിക്കുന്നു. ആ മഞ്ഞ നിറത്തിലുള്ള ലൈനാണ് കപ്പാസിറ്ററിൻ്റെ ഔട്ട്പുട്ട്, ആ ഡിസ്ചാർജ് ചെയ്യുന്ന വാല്യൂ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം അങ്ങ് മാറുകയാണ്. നേരത്തെ അതിനു മുമ്പ്, അതായത് ഈ ഒരു ഫിൽട്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഡയഗ്രാം എന്ന് പറയുന്നത് ഇടയ്ക്കുള്ള ആ രണ്ട് ഹാഫ് വേവ്സിന് ഇടയ്ക്കുള്ള പോർഷൻ കംപ്ലീറ്റ്ലി 0 ആയിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിനു പകരം ഒരു ചരിഞ്ഞ ലൈനാണ് അവിടെ ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് പിന്നെയും ആ ഒരു സൈൻ വേവിൻ്റെ രീതിയിൽ തന്നെ പോവുകയാണ്. പോയി വീണ്ടും Vmaxലെത്തുന്നു. വീണ്ടും Vmaxലെത്തുമ്പോൾ കപ്പാസിറ്റർ വീണ്ടും ഡിസ്ചാർജ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സ്ലൈറ്റായിട്ട് ചരിഞ്ഞ ലൈൻ വീണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും DC ആയിട്ടില്ല. പക്ഷേ DCയുടെ കുറച്ചുകൂടെ സാദൃശ്യമുള്ള ഒരു രൂപമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻപുട്ട് സിഗ്നലിനെയും ഔട്ട്പുട്ട് സിഗ്നലിനെയും നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. താഴെ കാണിക്കുന്നതാണ് ഔട്ട്പുട്ട് സിഗ്നൽ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ മഞ്ഞ ലൈനിൽ കാണിക്കുന്നത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തുണ്ടാകുന്ന കറണ്ടാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നലാണ്. അപ്പോൾ ആ സിഗ്നലിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ VMൽ നിന്നും ഒരു ലൈനായിട്ട്, ചരിഞ്ഞ ഒരു ലൈനായിട്ട് അത് പോവുകയാണ്. പോയി ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ അടുത്ത ഹാഫ് വേവിൻ്റെ പോസിറ്റീവ് സൈഡിൽ വന്ന് നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും അത് ആ സൈൻ വേവിൻ്റെ അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ് ടു Vmaximum വരെ. ആ രീതിയിൽ സൈൻ വേവ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോകുന്നു. അതിനുശേഷം വീണ്ടും അതിൽ ഡിസ്ചാർജിങ് ഉണ്ടാകുന്നു. അപ്പോൾ നോക്കുക, അതിൽ T1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന സമയം, ആ സമയത്താണ് കപ്പാസിറ്റർ ചാർജ് ആവുന്നത്. അതിനുശേഷം കാണുന്ന T2 എന്ന സമയം, T2 എന്ന സമയത്താണ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകുന്നത്. അപ്പോൾ T1 എന്ന ആ ഒരു ടൈം അത് ചെറിയൊരു ഡ്യൂറേഷനാണ്. അതിനുശേഷം വരുന്ന T2 എന്ന് പറയുന്നത് കുറേ കൂടെ വലിയൊരു ഡ്യൂറേഷനാണ്. അതായത് കുറച്ച് ടൈമും കൊണ്ട് അത് ചാർജ്ഡ് ആകുന്നു, പിന്നീട് കുറേ അധികം സമയം കൊണ്ട് അത് ഡിസ്ചാർജ്ഡ് ആകുന്നു. അത് നമ്മൾ ആ കപ്പാസിറ്ററിനെയും അവിടുത്തെ ആ റെസിസ്റ്ററിനെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. ഇപ്രകാരം ഡിസൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊരു DCയിലേക്ക് നമുക്ക് ആ സിഗ്നലിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അടുത്തതായി ഒരു പാരാമീറ്ററാണ് റിപ്പിൾ വോൾട്ടേജ്. ഈ റിപ്പിൾ വോൾട്ടേജ് നമ്മൾ കൃത്യമായി ഈ ഒരു സമയം പറയാനുള്ള കാരണം, ഈ പാരാമീറ്ററിനെ പറയണമെങ്കിൽ ഒരു ഫിൽട്ടർ ഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു ഫിൽട്ടർ കൂടി കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് സിഗ്നലിൽ ഉള്ള റിപ്പിൾ അല്ലെങ്കിൽ AC കുറയുന്നതാണ്. അത് എത്രമാത്രമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്ററാണ് റിപ്പിൾ വോൾട്ടേജ്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. IDC/F/C. IDC എന്ന് പറയുന്നത് ആവറേജ് കറണ്ടാണ്. ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്ന ആവറേജ് കറണ്ടാണ് IDC. F എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് F. C എന്ന് പറയുന്നത് അവസാനം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ് C. സോ റിപ്പിൾ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ വാല്യൂ IDC/ഫ്രീക്വൻസി ഇൻറ്റു കപ്പാസിറ്റൻസ് എന്നാണ്. അവസാനമായി ഒരു പാരാമീറ്റർ കൂടിയുണ്ട്, അതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി നമുക്കറിയാം, നമ്മൾ ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് എത്രമാത്രം എഫിഷ്യൻ്റാണ്, എത്രമാത്രം കൃത്യമായി അത് പ്രവർത്തിക്കുന്നുണ്ട്, കാര്യക്ഷമത എത്രയാണ്, അതിനെ സൂചിപ്പിക്കുന്നതാണ് എഫിഷ്യൻസി. അതും ഒരു റേഷ്യോ ആണ്. ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടാണ് എപ്പോഴും എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇവിടുത്തെ അതിൻ്റെ ഇക്വേഷൻ DC ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ AC ഇൻപുട്ട് പവർ. രണ്ട് പവറുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. DC ആണ് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്, ഇൻപുട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് AC ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിലാണ് DC വരുന്നത്, ഇൻപുട്ടിലാണ് AC വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റേഷ്യോയിലും ആദ്യം മുകളിൽ വരുന്ന ഔട്ട്പുട്ട്, അതായത് DC ഔട്ട്പുട്ട് പവർ, താഴെ വരുന്നത് ഇൻപുട്ട് എന്താണ്? AC ആണ്. അപ്പം AC ഇൻപുട്ട് പവർ അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 40.6 ആണ്. 40.6% അതിൻ്റെ എഫിഷ്യൻസി. അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിൻ്റെ പകുതി പോലും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ല. ഇൻപുട്ടിൽ എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ വെറും 40% മാത്രം പവറേ നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹാഫ് വേവ് റെക്ടിഫയറിന് എഫിഷ്യൻസി വളരെ കുറവാണ്. പക്ഷേ അത് കുറേ കൂടെ സിമ്പിളാണ്, പഠിക്കാൻ മാത്രമല്ല അത് ഉപയോഗിക്കാനും സിമ്പിളാണ്. കാരണം അതിൽ വരുന്ന കമ്പോണൻസ് വളരെ കുറവാണ്.
അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ അവസാനത്തെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ എഫിഷ്യൻസിയാണ്. അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. വളരെ കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ എഫിഷ്യൻസിയുള്ള റെക്ടിഫയറുകൾ നമുക്ക് ഉപയോഗിക്കണം. അത്തരത്തിലുള്ള കൂടുതൽ എഫിഷ്യൻസിയുള്ള റെക്ടിഫയറാണ് ഫുൾ വേവ് റെക്ടിഫയർ. അതിൻ്റെ ആപ്ലിക്കേഷനുകളും അതിൻ്റെ പാരാമീറ്ററുകളും ഒക്കെ എന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അവസാനമായി നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ AC സിഗ്നലിനെ DC സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുക. ആ ആപ്ലിക്കേഷനെ നമ്മൾ ഒരു ഡയഗ്രത്തിലൂടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയഗ്രം ഇപ്രകാരമാണ്. അതിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ 230 വോൾട്ട് 50 ഹെർട്സ് ഉള്ള ഒരു ഇൻപുട്ട് സിഗ്നലിനെ കൊടുക്കുകയാണ്. അതിനുശേഷം കാണുന്നത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മളതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതായത് ഇൻപുട്ടിലുള്ള 230 വോൾട്ടേജിനെ കുറഞ്ഞൊരു വോൾട്ടേജായിട്ട് എക്സാമ്പിൾ 30 വോൾട്ടോ അല്ലെങ്കിൽ ഒരു 15 വോൾട്ടോ ഒക്കെ ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരു റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് കടത്തിവിടുകയാണ്. റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാം. അത് പൾസേറ്റിംഗ് DC ആണ്. പൾസേറ്റിംഗ് DC അല്ല നമുക്ക് ശരിക്കും ആവശ്യം. അതുകൊണ്ട് തന്നെ ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് അതിലെ ആ AC കമ്പോണൻറ്റിനെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി. അതും പൂർണ്ണമായിട്ടും DC അല്ല. അപ്പോൾ അതിനെയും കൃത്യമായിട്ട് DC ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്റർ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വോൾട്ടേജ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സെനർ ഡയോഡ്. സെനർ ഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലേറ്ററാണ്. അത് നമ്മൾ ഇനിയും വരുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്ററിൽ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ വെളിയിലാണ് ലോഡ് റെസിസ്റ്റൻസ് വരുന്നത്. അതായത് നമുക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള വോൾട്ടേജ് കിട്ടുന്നത് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ആ ലോഡിലാണ്. ആ ലോഡിൽ ഈ ഒരു റെഗുലേറ്ററിലൂടെ കഴിയുമ്പോഴേക്കും ആ ലോഡിൽ നമുക്ക് കിട്ടുന്നത് കൃത്യമായ DC സിഗ്നൽ തന്നെയാണ്. അതായത് ഒരു നേരായ ഒരു വര തന്നെ നമുക്ക് കൃത്യമായി ഔട്ട്പുട്ടിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് AC to DC എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില പാരാമീറ്റേഴ്സും അതിൻ്റെ വാല്യൂസുമാണ് പറയാനുള്ളത്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. അതിൻ്റെ വാല്യൂ VM ആണ്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി F ആണ്. റിപ്പിൾ ഫാക്ടർ അത് 1.21 ആണ്. ഹാഫ് വേവിൻ്റെ എഫിഷ്യൻസി 46%. RMS വാല്യൂ VM/2 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ DC വാല്യൂ എന്ന് പറയുന്നത് VM/π ആണ്. ഇത്രയും ഫാക്ടേഴ്സ്, ഇത് 6 ഫാക്ടറുകളുണ്ട്. ഈ ഇത്രയും ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇത്രയും പാരാമീറ്ററുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത്രയും പാരാമീറ്റേഴ്സും അതിൻ്റെ വാല്യൂസും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളതാണ് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ തന്നെ 2 എണ്ണമുണ്ട്. ഒന്ന് 2 ഡയോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയർ, മറ്റൊന്ന് 4 എണ്ണം ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ. അവിടെയും ഇത്രയും തന്നെ പാരാമീറ്ററുകളുണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂസ് ഡിഫറൻ്റ് ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് കമ്പയർ ചെയ്യാൻ ചോദിക്കാം. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ 3 എണ്ണത്തിൻ്റെയും പേരുകൾ ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ പേരുകൾ കൂടാതെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇതൊക്കെയാണ്. കൂടാതെ അതിൻ്റെ പാരാമീറ്റേഴ്സ് വാല്യൂസ് ഇതൊക്കെയാണ്. ഇത്രയും തന്നെ എഴുതിയാൽ അതിന് എത്ര മാർക്കുണ്ടോ അത്രയും മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം.